ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് പാക്ക് ചെയ്യുന്ന രീതിയും പിന്നെ ഞാൻ എന്താ കൊടുത്തു വിടുന്നത് അതിൻ്റെ റെസിപ്പിയും കൂടി ആയിട്ടുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യാം. പോരെ. അപ്പോൾ ആദ്യം തന്നെ ഒരു കുക്കർ എടുക്കുക, അതിലോട്ടേക്ക് 1/2 kg ബീഫ് ഇടുക, പിന്നെ മുളക് പൊടി, ഒറിഗാനോ, ചില്ലി ഫ്ലേക്സ്, ഗാർലിക് പേസ്റ്റ്, സോയ സോസ്, ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പും 2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിച്ചിട്ട് മാറ്റി വെക്കുക. ഇനി നമുക്ക് പാസ്ത വേവിച്ചെടുക്കണം. 2 പാക്കറ്റ് പാസ്ത എടുക്കുന്നത്. ഞാൻ കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട്, കാരണം പിറ്റേ ദിവസം എടുക്കാനും വേണ്ടിയിട്ടാണ് കുറച്ചധികം ഉണ്ടാക്കുന്നത്. കുറച്ച് ഒലിവ് ഓയിൽ ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചിട്ട് പാസ്ത മാറ്റി വെക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത് വേറൊരു പോട്ട് എടുക്കാം. അതേ പോട്ട് തന്നെ എടുത്താൽ മതി കേട്ടോ. അതിലോട്ടേക്ക് നമ്മൾ ഗ്രീൻ ബീൻസ് ഇതേപോലെ തന്നെ നീളത്തിൽ കട്ട് ചെയ്തത് ഇങ്ങനെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക ഒലിവ് ഓയിലിൽ കേട്ടോ. അതിലോട്ടേക്ക് ഗാർലിക് പൗഡർ, ചില്ലി ഫ്ലേക്സ്, ഒറിഗാനോ, പിന്നെ എന്താണ് മെയിനായിട്ട് ഇട്ടത്, പിന്നെ വലിയൊരു ടൊമാറ്റോൻ്റെ ഒരു ടിന്നാണ് കേട്ടോ ഇട്ടത്. അത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ അങ്ങനെ കിട്ടും കേട്ടോ. അപ്പോൾ എളുപ്പമാണ്, നമുക്ക് ഇത് സിമ്പിളായിട്ട് കുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം നമുക്ക് ഇങ്ങനെ തന്നെ കുട്ടികൾക്ക് കൊടുത്തു വിടാം. അതൊന്ന് വഴറ്റി ഇങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മളെ ഒണിയൻ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഇതാക്കി വെച്ചില്ലേ വേവിച്ച് വെച്ച ബീഫ്, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ഉപ്പൊക്കെ റെഡിയാണോ എന്നൊക്കെ നോക്കുക കേട്ടോ. പിന്നെ എന്നിട്ട് നമ്മളിത് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ നല്ല എന്താ പറയുക, ഒന്ന് കൊഴുത്ത് വരും, ഒന്ന് കുറുകി വരും. ആ സമയത്തിൽ നമ്മൾ ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കുക. നേരത്തെ നോക്കി റെഡി ആണെങ്കിൽ കുഴപ്പമില്ല. ഇനി നമുക്ക് നമ്മൾ പാസ്ത ആഡ് ചെയ്ത് കൊടുക്കാം. ഈ പാസ്ത ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് കുറച്ച് നേരം ഒരു ചെറിയ തീയിൽ ഒന്ന് ചൂടാക്കി എല്ലാം കൂടി ഒന്ന് മിക്സ് ആവണം. അതാണ് മെയിനായിട്ട്. അങ്ങനെ പാസ്തയൊക്കെ മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് സെറ്റായി. ഇനി നമുക്ക് നമ്മളെ ചെഡർ ചീസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം പാസ്ലി ലീഫും ആഡ് ചെയ്തിട്ട് ഒന്ന് ചെറു തീയിലൊന്ന് സെറ്റാക്കുക. അതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നെ നമുക്കിനി സെറ്റായി റെഡിയായി നമ്മളെ ബീഫ് ആൻഡ് ബീൻസ് പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ടിഫിൻ ബോക്സ് സെറ്റാക്കാം. അതിന് മുന്നേ ആദ്യം നിങ്ങളോട് പറയാനല്ലേ, കഴിഞ്ഞ വീഡിയോക്ക് എനിക്ക് എല്ലാവരും കുറേ പേര് കമൻറ്റ് ചെയ്ത് കുറേ ലൈക്കൊക്കെ കിട്ടി. ഭയങ്കര താങ്ക്സ് കേട്ടോ. അങ്ങനെ ഇട്ടൊരു വീഡിയോ ആണ്, ഒരു വ്ളോഗ് ചെയ്ത് മറ്റേ പ്രൊഡക്റ്റീവ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വ്ളോഗ്, സാധാരണ ഒരു വ്ളോഗായിരുന്നു. അതിന് കുറേ ലൈക്കും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ അതിന് താങ്ക്സ് കേട്ടോ. ഭയങ്കര ഹാപ്പിയായി. അപ്പം ഇങ്ങനെ ഇടയ്ക്ക് വ്ളോഗൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കുറേ വ്ളോഗ് ഇതിനു മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി നട്ട്സ് പാക്ക് ചെയ്തു. അതിന് ശേഷം നമ്മളിതിൻ്റെ മുകളിൽ വെജിറ്റബിൾസ്, അതായത് കുക്കുംബറും ചെറി ടൊമാറ്റോസും വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഒരു സ്വീറ്റിനായിട്ട് ഒരു യോഗർട്ട് ഡ്രിങ്ക് ഇങ്ങനെ കിട്ടും കേട്ടോ. അപ്പോൾ അതും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഞാൻ കൊടുത്തു വിടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. അപ്പോൾ നെക്സ്റ്റ് ടൈം വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.